നമസ്കാരം. PSC നോട്ട്സിന്റെ സൈക്കോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ മഹേഷ് മുരളി. നമുക്കിത് പരിചയപ്പെടാം മനഃശാസ്ത്രത്തിലെ വിവിധ പഠന സമീപന രീതികളെയും ഉപകരണങ്ങളെയും പരിചയപ്പെടാം. മെത്തേഡ് ഓഫ് സൈക്കോളജിക്കൽ സ്റ്റഡീസ്, മനഃശാസ്ത്ര ഗവേഷണ പഠന രീതികൾ അല്ലെങ്കിൽ മനഃശാസ്ത്ര രംഗത്ത് പഠനത്തിനായിട്ട് ഉപയോഗിക്കുന്ന രീതികളുമുണ്ട്. എന്തുകൊണ്ട്? ഉപകരണങ്ങളുമുണ്ട്. ഇപ്പൊ ചോദിക്കാറുണ്ട് മനഃശാസ്ത്ര പഠന ഉപാധികൾ ഏത് അല്ലെങ്കിൽ പഠന രീതികൾ ഏത്. ഉദാഹരണം, ഓരോന്നിൻ്റെ ഉദാഹരണം ചോദിക്കും. എക്സാമിന് തന്നിട്ട് ഇത് ഏതാണെന്ന് ചോദിക്കും. ഇതിന്റെ ഉപജ്ഞാതാക്കളെ നോക്കാം. ഫസ്റ്റ് വൺ, അന്തർദർശനം. എന്തായിരിക്കും അന്തർദർശനം? ആത്മനിഷ്ഠ രീതി അല്ലെങ്കിൽ അന്തർദർശനം അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ എന്നാണ് പറയുന്നത്. ഇൻസ്പെക്ഷൻ ഇൻട്ര എന്നും ഇൻസ്പെക്ഷൻ എന്നുമുള്ള രണ്ട് വാക്കിൽ നിന്നാണ് ഇൻട്രോസ്പെക്ഷൻ ഉണ്ടായത്. ഇൻട്ര എന്നാൽ ഇൻസൈഡ്, ഇൻസ്പെക്ഷൻ എന്നാൽ ലുക്കിംഗ്. അപ്പൊ ഇങ്ങോട്ട് വായിക്കാം, ലുക്കിംഗ് ഇൻസൈഡ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി സ്വന്തം മനസ്സിലേക്ക്, അവന്റെ സ്വന്തം മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്യുന്നു. അതുപോലെ എന്ത് ചെയ്തു? ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നു. അതാണ് ഇൻട്രാസ്പെക്ഷൻ. വില്യം വൂണ്ട്, എഡ്വേർഡ് ബി ടീച്ച്നർ, ഇവരാണ് ഉപജ്ഞാതാക്കൾ, മുഖ്യ പ്രയോക്താക്കൾ. സ്ട്രക്ചറലിസം പഠിച്ചിട്ടുണ്ടല്ലോ, ഘടനാവാദം. അതിൻ്റെ ഒരു ചെറിയൊരു അതുമായി ബന്ധമുള്ള കാര്യമാണ്. സ്ട്രക്ചറലിസത്തിന്റെ ഘടനാവാദികളാണ് ആര്, അല്ലെങ്കിൽ പ്രചാരകരാണ് വില്യം വൂണ്ടും ടീച്ച്നറും. അത് രണ്ടും ഇവിടെ ഓർത്ത് വയ്ക്കുക. ഇതിനെ ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം വൂണ്ടാണ് അല്ലെ. സ്ട്രക്ചറലിസത്തിലും നമ്മൾ വില്യം വൂണ്ടിന്റെ പേരും ടീച്ച്നറുടെ പേരും പറയുമ്പോൾ ആദ്യം പറയുന്ന ആരുടെയാണ്? വൂണ്ടിന്റെയാണ്. അതുപോലെ ഓർത്ത് വയ്ക്കുക, ഇൻട്രാസ്പെക്ഷൻ അല്ലെങ്കിൽ ആത്മനിഷ്ഠ രീതി, അന്തർദർശനം ആദ്യമായി ഉപയോഗിച്ചത് വില്യം വൂണ്ട്. ചോദിച്ചിട്ടുണ്ട് അന്തർദർശനം എന്ന മനഃശാസ്ത്ര രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? അന്തർദർശനം എന്ന പദം അല്ലെങ്കിൽ അതിന് സംഭാവന ആരുടേതാണ്? വില്യം വൂണ്ട്. ഇതിനെ കൂടുതൽ ജനകീയമാക്കിയത് അല്ലെങ്കിൽ കൃത്യത ഉളവാക്കിയത് ടീച്ച്നറാണ്. ഓർത്തു വയ്ക്കുക, അന്തർദർശനം, ആത്മനിഷ്ഠ രീതി അല്ലെങ്കിൽ എന്തായിരിക്കാം? ഇൻട്രോസ്പെക്ഷൻ. വില്യം വൂണ്ട്, എഡ്വേർഡ് ബി ടീച്ച്നറാണ്. ലുക്കിംഗ് ഇൻസൈഡ് എന്നാണ് മീനിങ്. ഇൻട്ര എന്നും ഇൻസ്പെക്ഷൻ എന്നുമുള്ള രണ്ട് വാക്കിൽ നിന്നുണ്ടായി. ഇൻട്ര എന്നാൽ ഇൻസൈഡ്, ഇൻസ്പെക്ഷൻ ലുക്കിംഗ്. ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം വൂണ്ടും ശാസ്ത്രീയമാക്കിയത് ടീച്ച്നറും. നെക്സ്റ്റ് ഈസ് നിരീക്ഷണം, ഒബ്സർവേഷൻ. സെൻസ് ഓർഗൻസ് കൊണ്ട് നമ്മൾ പല കാര്യങ്ങളെയും നിരീക്ഷിക്കുന്നു. ഓരോന്നിനെയും നമുക്ക് നിരീക്ഷിക്കാം. പഠന കാര്യങ്ങളെ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ ഓരോന്ന് എന്തൊക്കെയാ അവിടെ വിവരശേഖരണം വേണം. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള വിവരശേഖരണമാണ്. ഏതൊക്കെയുണ്ട്? ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഉണ്ട്, പാർട്ടിസിപ്പൻ്റ് ഉണ്ട്, നോൺ പാർട്ടിസിപ്പൻ്റ് ഉണ്ട്, കൺട്രോൾഡ്, നോൺ കൺട്രോൾഡ്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള എന്തുണ്ട്? നിരീക്ഷണ രീതികളുണ്ട്. ഒബ്സർവേഷൻ മെത്തേഡ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് അല്ലെ. നിരീക്ഷകൻ എന്താണ്? ആരുടെ സഹായമില്ലാതെ ഡയറക്റ്റ് ആയിട്ട് നിരീക്ഷിക്കുന്നു. പിന്നെന്താണ്? ഡയറക്റ്റ് അല്ലാതെ അല്ലെ മറഞ്ഞു നിന്ന് നിരീക്ഷിക്കുന്നു. പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുമ്പം നിരീക്ഷണമൊപ്പം മറ്റൊരാൾ ഉണ്ടായിരിക്കും. ഇവിടെ മറ്റൊരാൾ ഇല്ല. എന്ത് ചെയ്യും? നോൺ പാർട്ടിസിപ്പൻ്റ് ആയിട്ട്. അപ്പം നോൺ പാർട്ടിസിപ്പൻറ്റും ഇൻഡയറക്റ്റും ഒന്നല്ല. നോൺ പാർട്ടിസിപ്പൻ്റ് വയ്ക്കാം, നിരീക്ഷിക്കപ്പെടേണ്ട വ്യക്തിയുടെ കൂടെ അദ്ദേഹം പ്രത്യക്ഷത്തിലില്ല, അദ്ദേഹത്തിന്റെ സഹായം അവിടെ ഉണ്ടെന്ന. കൺട്രോൾഡ്, ആ ഒബ്സർവേഷന് ഒരു നിയന്ത്രണമുണ്ട്. അതുപോലെ നോൺ കൺട്രോൾഡ്. അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി, അത്ര വലിയ ഇമ്പോർട്ടൻസ് അല്ല, പക്ഷെ ഓർത്തിരിക്കണം. നിരീക്ഷണം ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, പാർട്ടിസിപ്പന്റ്, നോൺ പാർട്ടിസിപ്പന്റ്, കൺട്രോൾഡ്, നോൺ കൺട്രോൾഡ്. അടുത്ത അഭിമുഖം, സ്ട്രക്ചറും അൺസ്ട്രക്ചറും ഉണ്ട്. ഒരു വ്യക്തമായ ഘടനയോട് കൂടി പോകുന്നത് കൊണ്ട് അല്ലാത്തതുണ്ട്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ചില ഇന്റർവ്യൂ കാണുമ്പോഴത്തേക്ക് ചോദ്യകർത്താവ് എന്താണ് ചോദിക്കുന്നതെന്ന് അല്ലേ അവർക്കൊരു ധാരണയില്ല. ചിലത് ചോദിക്കുന്ന മറുപടിയല്ല. അപ്പം ഒരു ചോദ്യം ചോദിച്ചിട്ട് വ്യക്തമായ മറുപടി കിട്ടുകയും ആ മറുപടി അത് കംപ്ലീറ്റ് ആവത്തില്ല. ചിലപ്പോൾ അതിൽ നിന്ന് അടുത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും അല്ലെ. അത് എന്താണ് അഭിമുഖം, ഇന്റർവ്യൂ ആസ്വദിക്കുന്ന, അതിൽ അത് കേൾക്കുന്ന, കാണുന്ന ഒരാൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം കാണും. ഒരാളുടെ ചോദ്യം ചോദിക്കുമ്പം നമ്മളിപ്പം നിശ്ചിത ഘടനയായിട്ട് പോകും, സ്ട്രക്ചറായിട്ട് പോകും. അത് ആ പരിധിക്ക് അകത്ത് നിന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ആ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ ആ മറുപടി നിന്ന് തന്നെ അടുത്ത ചോദ്യങ്ങൾ ചോദിക്കുകയും ആ അഭിമുഖത്തിന് ഒരു പരിപൂർണത ഉണ്ടാവുകയും വേണം. അപ്പം സ്ട്രക്ചർ ഉണ്ട്, സ്ട്രക്ചർ ഇല്ലാത്തതുണ്ട്. പരിമിതി എന്ന് പറഞ്ഞാൽ വിഷയ വ്യതിചലനം.
ചിലപ്പം ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിപ്പോകും. അത് ഓർത്ത് വെച്ചോണം. തന്നിരിക്കുന്നവയിൽ ഒരു അഭിമുഖത്തിന്റെ പോരായ്മയായി പരിഗണിക്കാവുന്നത് ഏതെന്നൊക്കെ ചോദിക്കാം. മറ്റൊന്നാണ് സമയനഷ്ടം എന്നുള്ളത്. ഉപാഖ്യാന രീതി വളരെ പ്രാധാന്യം. അനക്ഡോട്ടൽ മെത്തേഡ്. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വ്യക്തി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് പഠിക്കുന്നതാണ് ഏതാ അനക്ഡോട്ടൽ മെത്തേഡ്. മലയാളം ഉപാഖ്യാന രീതി. വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഓർത്തു വെച്ചോണം. ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു എന്ന്. ഇതിലൂടെ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ച വിലപ്പെട്ട സൂചനകൾ ലഭിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്നത് ആ നിമിഷം തന്നെ അപ്പോൾ തന്നെ എന്ത് ചെയ്തു രേഖപ്പെടുത്തി വെക്കുന്നു. സംഭവ വിവരണം, വ്യാഖ്യാനം എന്നിങ്ങനെയുള്ള 2 കോളങ്ങളായിരിക്കും മുഖ്യമായിട്ട്. എന്തായിരിക്കാം? ആ കുട്ടിയുടെ സംഭവം, പേരും ഡീറ്റെയിലും ഉണ്ടാവും. സംഭവം എന്തായിരുന്നു, അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം. അപ്പം ഒരു വ്യക്തി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് പഠിക്കുവാനായിട്ടുള്ളതാണ് ഇത് ഉപാഖ്യാന രീതി, അനക്ഡോട്ടൽ. എങ്കിൽ തിരിഞ്ഞു പോകാൻ, തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. സഞ്ചിത രേഖ, ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഒരു വ്യക്തിയുടെ സമഗ്രമായ വിവരങ്ങൾ ഓർത്തു വെക്കുക. ആ ടേം തന്നാണ് ചോദിക്കുന്നത്. സമഗ്രമായ വിവരങ്ങൾ അല്ലെ, സമഗ്രമായ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു. ഒരു വ്യക്തിയെ സംബന്ധിച്ച വിവിധ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു. ഉദാഹരണമായിട്ട് കുട്ടിയുടെ ശാരീരിക നില, ആരോഗ്യനില, കായിക നില, പഠന നേട്ടങ്ങൾ, പഠന പ്രവർത്തനങ്ങൾ, പാഠ്യേതര പ്രവർത്തനങ്ങൾ, കലാകായിക മേഖലകൾ, വ്യക്തിത്വ സവിശേഷത, ഇങ്ങനെ പല പല മേഖലകളെല്ലാം കൂടെ കാണും അല്ലെ. അപ്പം ഇതാണ് ആ വ്യക്തിയെക്കുറിച്ച് സമഗ്രമായ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു. അനക്ഡോട്ടൽ പ്രത്യേക സാഹചര്യങ്ങളിലെ കാര്യങ്ങൾ മാത്രം രേഖപ്പെടുത്തുന്നു. ചോദിച്ചാണ് വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളുടെ സമഗ്രമായ വിലയിരുത്തലിന് കാരണമാകുന്നത് അല്ലെ. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? സഞ്ചിത രേഖ അല്ലെ. അപ്പം ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ സമഗ്രമായ വിവരങ്ങൾ ശേഖരിക്കുവാനായിട്ട് എന്തുപയോഗിക്കുന്നു? സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് ഉപയോഗിക്കുന്നു. അടുത്ത പരീക്ഷണ രീതി, എക്സ്പെരിമെന്റൽ മെത്തേഡ്. മനുഷ്യന്റെ ഒരു വ്യവഹാരത്തിൽ വരുത്തുന്ന മാറ്റം മറ്റൊന്നിൽ എന്ത് മാറ്റം ഉണ്ടാക്കുന്നു എന്ന് പഠിക്കുന്നു. മനുഷ്യന്റെ ഒരു വ്യവഹാരത്തിൽ വരുത്തുന്ന മാറ്റം മറ്റൊന്നിൽ എന്ത് മാറ്റം ഉണ്ടാക്കുന്നു എന്ന് പഠിക്കുന്നതാണ് പരീക്ഷണം, എക്സ്പെരിമെന്റൽ. 2 ഘടകങ്ങൾ ഉണ്ടായിരിക്കും പരീക്ഷണത്തിൽ. ഒന്ന്, ആദ്യത്തത് ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ, സ്വതന്ത്ര വ്യതിരേകം എന്ന് പറയുന്നു. രണ്ടാമത്തത് ഡിപ്പെൻഡന്റ്, മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നു, പരതന്ത്ര വ്യതിരേകം. അപ്പൊ 2 വേരിയബിൾ ഉണ്ട്. ഒന്ന് ഇൻഡിപെൻഡന്റ് വേരിയബിളും മറ്റേത് രണ്ടാമത്തെ എന്തായിരിക്കാം? ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ട്. മനുഷ്യന്റെ ഒരു വ്യവഹാരത്തിൽ വരുത്തുന്ന മാറ്റം മറ്റൊന്നിൽ എന്ത് മാറ്റം ഉണ്ടാക്കുന്നു എന്ന് പഠിക്കുന്നതാണ് പരീക്ഷണ രീതി. ഏകവ്യക്തി പഠനം, കേസ് സ്റ്റഡി എന്നാണ് ആ വാക്ക്. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഏകവ്യക്തി പഠനം എന്ന് തരില്ല. മിക്കപ്പോഴും എന്താണ് ചോദിക്കുന്നത്? കേസ് സ്റ്റഡി എന്ന് തന്നെയാണ്. എന്തായിരിക്കാം? കേസ് സ്റ്റഡി. അതുകൊണ്ട് ആ ഇംഗ്ലീഷ് ടൈം ഓർത്ത് വെച്ചോണം. അത് തന്നെയാണ് മലയാളത്തിൽ ചോദിക്കുന്ന കേസ് സ്റ്റഡി. ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ളത്. ഇപ്പൊ ഏകവ്യക്തി എന്ന് കേൾക്കുമ്പോഴേ അറിയാം ഒരു വ്യക്തിയാണ്. ഇപ്പൊ കേസ് സ്റ്റഡി എന്തിനുപയോഗിക്കുന്നു? ഓപ്ഷൻ, ഒരു വ്യക്തിയുടെ പെട്ടെന്നുള്ള കാര്യങ്ങൾ അപ്പോൾ രേഖപ്പെടുത്തുന്നത്, അതായത് സമഗ്രമായ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച ആഴത്തിലുള്ള പഠനം. എന്തായിരിക്കാം? ഒരു വ്യക്തിയെ സംബന്ധിച്ച ആഴത്തിലുള്ള പഠനമാണ് ഏതാ? ഏകവ്യക്തി പഠനം. ചില പ്രത്യേകതയുള്ള കുട്ടി, എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. അന്തർമുഖനായ കുട്ടി, ഒരേ സമയം ഒന്നിലധികം കഴിവുകൾ പ്രയോഗിക്കാനുള്ള കഴിവാണ്. അങ്ങനെയുള്ള കുട്ടികൾ അപൂർവമായിരിക്കും. ആ കുട്ടിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള കഴിവുകളായിരിക്കാം നമ്മളത് സൂചിപ്പിക്കുക. എന്തായിരിക്കാം? ഒരു വ്യക്തിയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനമാണിത് ഏകവ്യക്തി പഠനം, കേസ് സ്റ്റഡി. എങ്കിൽ സഞ്ചിത രേഖ എന്തായിരിക്കാം? ക്യുമുലേറ്റീവ് റെക്കോർഡ്, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന മെത്തേഡാണ്. ഉപാഖ്യാന രീതി, ഒരാൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് പഠിക്കുവാനും ഉപയോഗിക്കുന്നു. ഇപ്പൊ ഏകവ്യക്തി പഠനം എന്തായിരിക്കാം? ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനം. കേസ് സ്റ്റഡിയുടെ ഘട്ടങ്ങൾ ഓർത്തു വെച്ചോണം. ആദ്യം കേസ് തിരഞ്ഞെടുക്കുന്നു. എന്താണ് കേസ്? ആ പ്രശ്നത്തെ തിരഞ്ഞെടുക്കുന്നു. സെക്കൻഡ് വൺ, നെക്സ്റ്റ് ഘട്ടം എന്തായിരിക്കാം? പരികൽപ്പന, ഒരു ഹൈപ്പോത്തിസിസ് രൂപീകരിക്കുന്നു അല്ലെ. സ്ഥിതി വിവര ശേഖരണം, തിരിഞ്ഞു പോരുത്, ക്രമപ്പെടുത്താനൊക്കെ ചോദിക്കാം. ആ വിവരം ശേഖരിച്ചതിന് ശേഷമാണ് എന്ത് വിശകലനം ചെയ്യുന്നത്? ലാസ്റ്റ് സമന്വയിപ്പിക്കൽ എന്നാണ്. അപ്പൊ കേസ് തിരഞ്ഞെടുക്കുന്നു, പരികൽപ്പനയാണ്, സ്ഥിതി വിവര ശേഖരണം, വിവര വിശകലനം, കൂട്ടി യോജിപ്പിക്കുന്നു. ഒന്ന് നമുക്ക് ലോജിക്കാണ്ട് നോക്കിയാൽ കിട്ടുന്നതാണ്. അവസാനമായിരിക്കും സമന്വയിപ്പിക്കൽ, കൂട്ടി യോജിപ്പിക്കുക. ആദ്യം കേസ് തിരഞ്ഞെടുക്കുന്നു, പിന്നീട് പരികൽപ്പന. 2ഓ 3ഓ ഒക്കെ വന്നോ എന്ന് ഡൗട്ട് വന്നു. പരികൽപ്പനയാണ് അവിടെ കൺഫ്യൂഷൻ ഉള്ളത്. എവിടെയാണെന്ന്
സ്ഥിതി വിവര ശേഖരണം, അത് കഴിഞ്ഞാണ് വിശകലനം. അപ്പോൾ സെക്കൻഡാണ് പരികല്പന എന്ന കാര്യം ഓർത്തു വയ്ക്കുക. കേസ് സ്റ്റഡിയുടെ ഘട്ടങ്ങളായിരുന്നു പറഞ്ഞത്. അടുത്ത സർവേ രീതി. അതായത് ഒരു വിഭാഗം ആൾക്കാർക്കിടയിൽ ഒരു പ്രത്യേക കാര്യത്തോടുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഷയത്തോടുള്ള സമീപനം എങ്ങനെയായിരിക്കുമെന്ന് കണ്ടെത്തുന്ന രീതിയാണ് സർവേ മെത്തേഡ്. ഒരു വിഭാഗം ആൾക്കാരിലേക്ക്, അത് ഏത് പ്രശ്നങ്ങളും ആകാം, ആ ഒരു പ്രശ്നത്തോട്, ഒരു പ്രത്യേക കാര്യങ്ങളോട് ആ വ്യക്തിക്ക്, ആ ആൾക്കാർക്കുള്ളൊരു സമീപനം. അപ്പൊ ക്വസ്റ്റിനെയർ കൊടുക്കുമ്പോൾ എന്തായിരിക്കാം? ക്വസ്റ്റിനെയർ അല്ല, സർവേ മെത്തേഡ്. സർവേ മെത്തേഡ് എന്താ നമ്മൾ കൊടുക്കുക? ക്വസ്റ്റിനെയർ ആണ്, ചോദ്യാവലിയാണ് കൊടുക്കുന്നത് അല്ലെ. ആ ചോദ്യാവലി എങ്ങനെയായിരിക്കണം? ലളിതമായിരിക്കണം, അവർക്ക് മനസ്സിലാകാനുള്ളതായിരിക്കണം അല്ലെ. പക്ഷെ ഇൻഡയറക്റ്റ് ഉണ്ടാവണം, യെസും നോയും ഉത്തരം കിട്ടുന്നതാവണം അല്ലെ, സ്വന്തമായി ചെയ്യാൻ കഴിയുന്നതും ആകണം. ഘട്ടങ്ങളുണ്ട്. സാമ്പിൾ തിരഞ്ഞെടുക്കുന്നു. ആ ചോദ്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ ചോദ്യങ്ങൾ വേണം, എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വേണം, അതിൻ്റെ നിലവാരങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് സാമ്പിൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെയും കേസ് സ്റ്റഡിയെ പോലെ തന്നെ വിവരശേഖരണം, പിന്നെ അടുത്ത വിശകലനം, ലാസ്റ്റ് നിഗമനം. ഓർത്ത് വയ്ക്കുക, ഘട്ടങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ്? സർവേ രീതിയുടെ ഘട്ടങ്ങൾ. സാമ്പിൾ തിരഞ്ഞെടുക്കുന്നു, വിവരശേഖരണം, വിവര വിശകലനം, നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നു. ഓർത്തു വയ്ക്കുക, സർവേ രീതി മെത്തേഡാണ്, ഈ പഠന രീതിയാണെങ്കിൽ ചോദ്യാവലി എന്ന് പറഞ്ഞ ടൂളാണ്. കാരണം എന്താ, ഈ പഠനം നടത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു ശോധകമാണ് ഏതാ? ടൂൾ, ചോദ്യാവലി. അപ്പോൾ ഓർത്തോണം, മനഃശാസ്ത്ര പഠന ഉപാധികളുണ്ട്. ഉപാധിയാണ് ടൂൾസ്, ശോധകം. ആ ഉപാധികളുണ്ട്, അതുപോലെ പഠന രീതിയുണ്ട്. ഓർത്ത് വയ്ക്കുക, സർവേ രീതിക്ക് കൊടുക്കുന്നതാണ് ക്വസ്റ്റിനെയർ എങ്കിൽ ക്വസ്റ്റിനെയർ അതിന് ഉപയോഗിക്കുന്ന ടൂളാണ്. പക്ഷേ സർവേ രീതി ആ മെത്തേഡാണ്. തിരിഞ്ഞു പോകരുത്. നെക്സ്റ്റ്, ക്ലിനിക്കൽ മെത്തേഡ്. മനോരോഗ ബാധിതരായവരുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഒക്കെ നടത്തുന്ന കാര്യമാണ് ക്ലിനിക്കൽ മെത്തേഡ്. ക്ലിനിക്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ ഓർമ്മയെത്തും. പക്ഷേ മനോരോഗം ബാധിച്ച ആൾക്കാർക്ക് എന്ത് അസുഖം എന്നുള്ള കാര്യമല്ല, അവരിൽ ഏതുതരം മനോവൈകൃതമാണ് എന്ന് കണ്ടെത്തുന്നതിനും അവരുടെ വിദഗ്ധമായ ചികിത്സയ്ക്കും വേണ്ടിയുള്ളൊരു പഠന രീതിയാണ് ക്ലിനിക്കൽ മെത്തേഡ്. ആദ്യം അവതരിപ്പിച്ചത് ലൈറ്റ്നർ വിമറാണ്. ഓർത്ത് വെച്ചോണം, പേര് വെച്ചുകൊണ്ട്. ലൈറ്റ്നർ വിമർ എന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്, ലൈറ്റ്നർ വിമർ. ഫ്രോയിഡ്, ആഡ്ലർ, യുങ് എന്നിവ ഇതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു. ആരൊക്കെയാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്, ആഡ്ലർ, കാൾ യുങ്, ഇവരൊക്കെ എന്ത് ചെയ്തു? ഇതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു. ക്ലിനിക്കൽ മെത്തേഡിൽ വരുന്ന ആൾക്കാരാണ് ഫ്രോയിഡ്, ആഡ്ലർ, യുങ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ലൈറ്റ്നർ വിമറാണ്. അപ്പം മനോരോഗം ബാധിച്ചവരുടെ ചികിത്സയ്ക്കും അവരുടെ ഏത് രോഗമാണ് രോഗനിർണയത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര പഠന രീതിയാണ് ക്ലിനിക്കൽ മെത്തേഡ്. ആദ്യം അവതരിപ്പിച്ചത് ലൈറ്റ്നർ വിമറാണ്. ആഡ്ലർ, യുങ്, സിഗ്മണ്ട് ഫ്രോയിഡ് ഇവരൊക്കെ എന്ത് ചെയ്തു? ഫലപ്രദമായി പിന്നീട് ഉപയോഗിച്ചു. അടുത്ത മനഃശാസ്ത്ര പഠന ഉപാധികളാണ് ടൂൾസ് ഓഫ് സൈക്കോളജിക്കൽ സ്റ്റഡീസ് അല്ലേ. ഫസ്റ്റ് വൺ, ചെക്ക് ലിസ്റ്റ്. നമ്മൾ ഇത്രയും നേരം നോക്കിയത് മനഃശാസ്ത്ര പഠന രീതികളാണ്. തിരിഞ്ഞു പോകരുത്. തന്നിരിക്കുന്നവയിൽ മനഃശാസ്ത്ര പഠന രീതി ഏത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സർവേ മെത്തേഡ്, മനഃശാസ്ത്ര പഠന രീതി മെത്തേഡായിരുന്നു സർവേ മെത്തേഡ്. പക്ഷെ ക്വസ്റ്റ്യനെയർ ഒരു ടൂളാണ്. ചെക്ക് ലിസ്റ്റ് ഒക്കെ വിവിധ വ്യവഹാരങ്ങൾ, കഴിവുകൾ, താല്പര്യ മേഖലകൾ തുടങ്ങിയവ വിലയിരുത്തുവാനും കണ്ടെത്താനും ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നു. പഠനോദ്ദേശവുമായി ബന്ധപ്പെട്ട സവിശേഷതകളാണ് ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. പക്ഷേ ബാധകമായ നേരെ എന്ത് കൊടുക്കുന്നു? ടിക്ക് മാർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഒരു കുട്ടിയെക്കുറിച്ചുള്ള അവൻ്റെ വ്യവഹാരങ്ങൾ, കഴിവുകൾ, പഠന താല്പര്യങ്ങൾ, പഠന സംബന്ധമായ പല ഉദ്ദേശങ്ങൾ ഇവയൊക്കെ ചേർത്ത് ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നു. ബാധകമായ നേരെ ടിക്ക് കൊടുക്കുന്നു. യോജിക്കുന്നു, യോജിക്കുന്നില്ല, തീരെ യോജിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. ബാധകമായ നേരെ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ബാധകമല്ല, ഇവിടെയൊക്കെ ടിക്ക് കൊടുക്കുന്നു. ഒരു സർവേ മെത്തേഡ് പോലെയാണ്. പക്ഷെ എന്തായിരിക്കും അവിടെ? വിവിധ വ്യവഹാരങ്ങളും കഴിവുകളും. സർവേ എന്ന് പറയുമ്പോൾ നമുക്ക് പല ചോദ്യങ്ങളാവാം. ഇവിടെ കുട്ടിയെ പഠന സംബന്ധമായ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് ചെക്ക് ലിസ്റ്റ്. റേറ്റ് സ്കെയിൽ എന്ന് കേൾക്കുമ്പം എന്തായിരിക്കാം? ചെക്ക് ലിസ്റ്റുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. പക്ഷേ ചെക്ക് ലിസ്റ്റ് കൊടുക്കുന്ന ടിക്ക് മാർക്ക് ആണെങ്കിൽ ഇവിടെ ഗ്രേഡ് പോയിന്റ് ആണ് കൊടുക്കുന്നത്. വ്യത്യാസം ചോദിച്ചിട്ടുണ്ട്. ചെക്ക് ലിസ്റ്റിൽ ടിക്ക് മാർക്കാണ്, റേറ്റിംഗ് സ്കെയിൽ എന്തായിരിക്കാം? പോയിന്റ് ആണ്. നമ്മൾ ഇപ്പൊ റേറ്റിംഗ് നമുക്കൊരു ട്രേഡ് അല്ലേ, ഇപ്പൊ എന്തായിരിക്കാം? ഓരോ നമ്മൾ റേറ്റ് ചെയ്യുന്നു, റേറ്റിംഗ് നൽകുന്നു. അതേപോലെ ഗ്രേഡ് പോയിന്റ് ഏതൊക്കെയായിരുന്നു? 3, 5, 7 തുടങ്ങിയ പോയിന്റുകളാണ് നമുക്കുള്ളത്.
ഓരോ സവിശേഷതയ്ക്കും ഓരോ വ്യത്യസ്തമായ ഗ്രേഡ് പോയിന്റ് ആയിരിക്കാം. അവയുടെ നേരെ ഇങ്ങനെ മാർക്ക് ചെയ്യും, അവ കാൽക്കുലേറ്റ് ചെയ്യും, അതിനെ വിലയിരുത്തുകയും ചെയ്യും. അപ്പോൾ ഓരോ സവിശേഷതകൾ, ഓരോ വ്യവഹാരങ്ങൾ, കുട്ടികളുടെ കഴിവുകൾ ഇതിങ്ങനെ കൊടുക്കും. അപ്പോൾ അതിനോട് ചെയ്യാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ ഗണിതത്തിലെ എന്താണ് കണക്കുകൾ ചിലപ്പം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ, അപ്പം ഗൃഹപാഠം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വാക്കുകൾ കൂട്ടി വായിക്കാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ സ്വന്തമായിട്ട് ഭാഷ അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ട്, യോജിക്കുന്നു അല്ലെങ്കിൽ വല്ലപ്പോഴും തീരെ യോജിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോന്നിനും എന്തായിരിക്കാം, ഓരോ സവിശേഷതയ്ക്കും എന്തായിരിക്കാം ഓരോ ഗ്രേഡ് പോയിന്റാണ് കൊടുക്കുന്നത്. 3, 5, 7 തുടങ്ങിയ ഗ്രേഡ് പോയിന്റുകളാണ് അവിടെ കൊടുക്കുന്നത്. ഓർത്ത് വെച്ചോണം, ചെക്ക് ലിസ്റ്റുമായിട്ട് ബന്ധമുണ്ട് ഇത് റേറ്റിംഗ് സ്കെയില്. ചെക്ക് ലിസ്റ്റിന് ടിക്ക് മാർക്ക് ആണെങ്കിൽ റേറ്റിംഗ് സ്കെയിൽ എന്തൊക്കെയാണ് ഗ്രേഡ് മാർക്കാണ്, പോയിന്റുകളാണ് തുടങ്ങുന്നത്. ചോദ്യാവലി, സർവേ മെത്തേഡ്, സർവേ രീതി എന്തായിരുന്നു, മനഃശാസ്ത്ര പഠന രീതിയായിരുന്നു. പക്ഷെ ചോദ്യാവലി എന്തായിരുന്നു, ടൂൾ ആണെന്ന് ഓർക്കുക. ചോദ്യാവലി എന്താണ്, ടൂൾസ് ആണ്, ടൂൾ ആണ് എന്ത്, ചോദ്യാവലി. തിരിപോകരുത്. അപ്പം എന്താണ്, മനഃശാസ്ത്ര പഠന ശോധകങ്ങൾ, ഉപാധികളിൽ പെടുന്നത് ഏത്? അപ്പോൾ ചോദ്യാവലിയൊക്കെ ഒരു ഓപ്ഷൻ കാണും. കാരണം നമ്മൾ ഇതിനകം സർവേ മെത്തേഡ് ഉപയോഗിക്കുന്നതാണ് ക്വസ്റ്റ്യനെയർ. അപ്പോൾ സർവേ മെത്തേഡാണ്, രീതിയാണ്, ചോദ്യാവലിയും രീതിയാണ്. ചോദ്യ രീതിയല്ല, ടൂൾസ് ആണ്. ഒരു വലിയ പ്രശ്നത്തിന്റെ വിശദാംശങ്ങൾ തേടാൻ കുറേയേറെ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നു അല്ലെ. സിമ്പിളായിട്ട് പറഞ്ഞതാണ്, ഒരു വലിയ പ്രശ്നം, ആ പ്രശ്നത്തിൽ നമുക്ക് എത്രത്തോളം ആ സ്റ്റഡി നടത്തുവാനായിട്ട് അല്ലെ, ഒരു കൃത്യമായ ടാലി കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, നടത്തുന്ന കുറെ ചോദ്യങ്ങൾ ചോദിച്ചുള്ള ഒരു പഠന മെത്തേഡാണ്. സർവേകളാണ് ഇത്തരം ചോദ്യാവലികൾ ഉപയോഗിക്കുന്നത്. ഇതിലാണ് സർവേ മെത്തേഡിലാണ് ഇത്തരം ചോദ്യാവലികൾ അധികമായിട്ട് ഉപയോഗിക്കുന്നത്. ഓർത്ത് വയ്ക്കുക. അടുത്ത സാമൂഹ്യ ലേഖനം, സാമൂഹ്യ ബന്ധ പരിശോധന, വളരെ വളരെ ഇമ്പോർട്ടന്റ്. സാമൂഹിക ബന്ധ പരിശോധന, സോഷ്യോമെട്രി അല്ലെങ്കിൽ സോഷ്യോഗ്രാം. സാമൂഹ്യ ബന്ധ പരിശോധനയ്ക്കാണ് സോഷ്യോമെട്രി എന്ന് പറഞ്ഞത്. അത് തയ്യാറാക്കുന്ന ആ ഉപാധിയാണ് ഇത്. സോഷ്യോഗ്രാം തയ്യാറാക്കുന്ന ഒരു ഗ്രാം പോലെ, അതായത് ഒരു ചാർട്ട് പോലെ തയ്യാറാക്കുന്നതാണ് സോഷ്യോഗ്രാം. സോഷ്യോഗ്രാം എന്ന് ചോദിച്ചാലും സോഷ്യോമെട്രിയുടെ ഉപജ്ഞാതം എന്ന് ചോദിച്ചാലും ആരുടെ പേര് എഴുതിക്കണം, JL മൊറീനോ ആണ്. എന്തിനുപയോഗിക്കുന്നു, കുട്ടികൾക്കിടയിലെ സാമൂഹിക ബന്ധം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നു. എന്താണ്, കുട്ടികൾക്കിടയിലെ സാമൂഹിക ബന്ധത്തിന്റെ വികാസം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് സാമൂഹിക ബന്ധ പരിശോധന. സോഷ്യോമെട്രി JL മൊറീനോ ആണ് ആവിഷ്കരിച്ചത്. ഇതിന് പറ്റുന്ന ഒരു എക്സാമ്പിൾ പലതവണ ചോദിച്ചിട്ടുണ്ട്. അതായത് സാമൂഹ്യ ബന്ധ പരിശോധന തയ്യാറാക്കുവാനായിട്ട് ഏറ്റവും യോജിച്ച ഉദാഹരണം പ്രസ്താവന ചെയ്ത് എന്തായിരിക്കാം, കുട്ടികൾക്കിടയിലെ സാമൂഹ്യ ബന്ധം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സൊസൈറ്റിയുമായിട്ടുള്ള റിലേഷൻ അല്ല, കമ്മിറ്റ്മെന്റ് അല്ല. പിന്നീടോ അവിടെ കൂട്ടുകാരുമായിട്ട്, ഏറ്റവും അടുത്ത കൂട്ടുകാരൊക്കെ ഒരിക്കലും പിരിയാൻ പറ്റുകയില്ല. ചങ്ക് എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ തന്നെയാണ് കുട്ടികൾക്കിടയിലെ ചങ്കിനെ കണ്ടെത്തുവാനുള്ള ഒരു പരിശോധന മാർഗമാണിത്. ഓർത്തു വെച്ചോണം. അതിന് ചോദിച്ചൊരു എക്സാമ്പിൾ ഇങ്ങനെയാണ്, കേട്ടിട്ടും ചോദിച്ചിട്ടുണ്ട്. പഠനയാത്ര പോകുമ്പോൾ നിങ്ങളുടെ കൂടെ അടുത്തിരിക്കേണ്ട കൂട്ടുകാരൻ കൂട്ടുകാരി ആരാണ്? മനസ്സിലായോ? കുട്ടികളിലെ സാമൂഹ്യ ബന്ധ പരിശോധന നടത്തുവാനായിട്ടാണ്. കാരണം എനിക്ക് അവനോട് പോകണം, ഒരു കുട്ടി തന്നെയാണോ? അല്ല. അപ്പോൾ എല്ലാവരും പറയും ആർക്കൊക്കെ ഇന്ന ആളുടെ കൂടെ പോകാൻ ആർക്ക് ആഗ്രഹമുണ്ട്, ഉടനെ എല്ലാവരും ചാടി കയറും അല്ലേ. അപ്പം ഒന്നിലധികം ആൾക്കാർ പറയുമ്പം എല്ലാവരും കൊണ്ട് സിറ്റി എത്താൻ പറ്റുകയില്ല. പക്ഷെ അത് അറിയാൻ വേണ്ടി എടുത്ത പരിശോധനയാണ് ഇത്, ആ സാമൂഹ്യ ബന്ധ പരിശോധന, സോഷ്യോമെട്രി, സോഷ്യോഗ്രാം. ചോദ്യം തരിക്കാം, എങ്ങനെ എക്സാമ്പിൾ, അപ്പോൾ ഏതാ അതിന് ഉചിതമായ സ്റ്റേറ്റ്മെന്റ് ഏത് എന്നൊക്കെ ചോദിക്കാം. പഠനയാത്ര ചോദിക്കാമെന്നല്ല ചോദിച്ചിട്ടുണ്ട്. പഠനയാത്ര പോകുമ്പോൾ നിങ്ങളുടെ സീറ്റിൽ നിങ്ങളുടെ അടുക്കേണ്ട വിദ്യാർത്ഥി കൂട്ടുകാരൻ ആരാണ്? മറ്റൊരു തവണ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, കുട്ടിയുടെ പേരും ഒക്കെ നോക്കാൻ പറഞ്ഞു. ഇന്ന കുട്ടിയോട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ന കുട്ടിയോട് അച്ഛൻ പറഞ്ഞു, നാളെ നിന്റെ പിറന്നാളാണ്, ബർത്ത്ഡേ ആണ്, അപ്പോൾ നിനക്കൊരു ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിക്ക് എന്ത് ചെയ്യണം, ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാം എന്ന് അച്ഛൻ പറഞ്ഞു. നീ ആർക്കായിരിക്കും കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഒരുപാട് അല്ലേ ആ ഒരു ചിന്ത വരും. ആളുടെ പേര് പറയും, കോമൺ ആയിട്ട് പറയുന്നു ക്ലാസ്സിൽ, നാളെ നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ഫ്രണ്ട് തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, സാമൂഹ്യ ബന്ധ പരിശോധന നൽകുന്ന കാര്യമാണ്. അവിടെ ഇടയിലെ ഏറ്റവും അധികം സുഹൃത്തുക്കളെ നോക്കാം. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഒരു ചാർട്ട് ആയിട്ടാണ് ഇവിടെ നമുക്ക് കുട്ടികൾക്കിടയിലെ സാമൂഹ്യ ബന്ധം പരിശോധിക്കാനുള്ള ചാർട്ടാണ്. ഇതേപോലെ ഇങ്ങനെ ഒരു ചാർട്ട് വരയ്ക്കും. ഇവിടെ ഞാൻ സങ്കല്പിച്ചുകൊണ്ട് പേര് എഴുതുകയാണ്. A B C D E F ഇങ്ങനെ പോകുന്നു.
സങ്കല്പിച്ചുകൊണ്ട് പേരെഴുതുന്നു. ഇങ്ങോട്ടും ആ കുട്ടികളുടെ പേര് തന്നെയാണ് ഇവിടെ വരുന്നത്. എ എന്ന് വരും, ബി, സി, ഡി വരും, ഇ വരും. എത്ര കുട്ടികളുണ്ട് അതുപോലെ ഇങ്ങനെ കോളങ്ങൾ വരയ്ക്കും. സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതും. ഇതൊക്കെ ഓരോ കുട്ടികളുടെ പേരുകളായിട്ടാണ്. ഇനി എങ്ങനെയാണ് നോക്കാം. മനസ്സിലായ? കുട്ടികൾക്കിടയിലെ സാമൂഹ്യ ബന്ധം പരിശോധിക്കാനുള്ള മാർഗമാണ്. അപ്പൊ ചോദ്യം എല്ലാവരോടും ഒരുപോലെയാണ്. ടൂറിന് പോകുന്ന, പഠനയാത്രയ്ക്ക് പോകുന്ന 20 കുട്ടികളുണ്ടെങ്കിൽ ആ 20 കുട്ടികളോട് എന്താ ചോദിക്കുന്നത്? നിങ്ങളുടെ അടുത്തിരിക്കേണ്ട കുട്ടി ആരാണ് എന്ന്, അല്ലെ? കുട്ടികളത് പേരെഴുതും. ഇപ്പോൾ ഒരാളെ അടുത്തിരിക്കത്തുള്ളൂ, പക്ഷേ കുട്ടികൾക്കെല്ലാം ആഗ്രഹമുണ്ട്. എ എന്ന കുട്ടി പറഞ്ഞത് സി എ ആണെന്ന് ഇരിക്കട്ടെ, ഞാൻ ടിക്ക് മാർക്ക് ചെയ്തു. ബി എന്ന കുട്ടിയും പറഞ്ഞത് സി ആണ്, പക്ഷേ സി പറഞ്ഞത് ഡി ആണെന്നിരിക്കട്ടെ. ഡി എന്ന കുട്ടി പറഞ്ഞത് ബി എ ആണ്. ഇ പറഞ്ഞത് എഫിനെയാണ്, എഫ് പറഞ്ഞത് ഇ ആണ്. ഇങ്ങനെ പോകുന്നു. മനസ്സിലായോ? ചിലപ്പം ഒരു കുട്ടിക്ക് ആരും പറഞ്ഞു കാണത്തില്ല. നോക്കാം എങ്ങനെയാണെന്ന്. ഇപ്പം കുട്ടികൾക്കിടയിലെ സാമൂഹ്യ ബന്ധ പരിശോധന നടത്തുവാൻ നൽകിയ ചാർട്ടാണ്, അല്ലെങ്കിൽ പരിശോധന ടൂളാണ് ഏതാ? സോഷ്യോഗ്രാം അല്ലെങ്കിൽ സോഷ്യോമെട്രി. ആവിഷ്കരിച്ചവരാണ് JL മൊറീനോ. പഠനയാത്ര പോകുമ്പോൾ നിങ്ങളുടെ സീറ്റിന്റെ അടുത്തിരിക്കേണ്ട കുട്ടി ആരാണ്? ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കെ സി ഇവിടെ ഏറ്റവും കൂടുതൽ പറഞ്ഞ സി ആണ്. അല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞിരിക്കട്ടെ, എന്തായിരിക്കാം? 3 പേര് പറഞ്ഞിരിക്കട്ടെ, 3 or 4 പേര് പറഞ്ഞു സപ്പോസ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിർദ്ദേശിക്കപ്പെട്ടൊരു കുട്ടിയുണ്ടല്ലോ, അതായിരിക്കും എന്താ? സ്റ്റാർ എന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഗ്യാങ് എന്നൊരു ഓപ്ഷൻ കാണും. നമ്മുടെ മനസ്സിലുണ്ട് ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഒന്നിലധികമുള്ള ആൾക്കാരല്ലേ ഗ്യാങ് എന്ന് പറയുന്നത്. പക്ഷെ എന്തായിരിക്കാം? ഏറ്റവും കൂടുതൽ ആൾക്കാർ നിർദ്ദേശിക്കപ്പെട്ട വ്യക്തിയാണ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ. സ്റ്റാറിന്റെ എണ്ണം കൂടുതലാണെന്ന് ഓർത്ത് വെക്കുക. അപ്പം സി എന്ന കുട്ടി എന്ത് ചെയ്തു? ഏറ്റവും കൂടുതൽ ആൾക്കാർ നിർദ്ദേശിച്ചു. മനസ്സിലായോ? അത് സി എന്തായിരിക്കാം? സ്റ്റാർ ആണെന്ന് നമുക്ക് അവിടെ കിട്ടും. ഇനി നോക്കണം, ടെൻസ് ചിലപ്പോൾ 2 പേര് മാത്രം നിർദ്ദേശിക്കും. ഇവിടെ ഒക്കെ ഇ എന്ന കുട്ടി എഫിനോട് നിർദ്ദേശിച്ചു, എനിക്ക് എഫിന്റെ അടുത്തിരിക്കണം. എഫ് എന്ന കുട്ടി ഇയുടെ പേരും പറഞ്ഞു. ഇങ്ങനെ വരുന്നതൊക്കെ ടിൻസ് ആയിരിക്കും. അപ്പോൾ ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കുമ്പം ഒന്നിലധികം ടിൻസും ഒക്കെ വരും. ഇനി ക്ലിക്ക് എന്തായിരിക്കാം? പരസ്പരം തിരഞ്ഞെടുത്ത ചെറിയ ഗ്രൂപ്പ് ആയിരിക്കാം. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ എ എന്ന ആള് സിയോട് പറഞ്ഞു, സി ഇയോട് പറഞ്ഞു, ഇ ഡിയോട്, ഇങ്ങനെ പോകും. ചെറിയൊരു ഗ്രൂപ്പ് ആയിരിക്കാം എന്ത്? ക്ലിക്ക് എന്നത്. ഗ്യാങ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ വലിയൊരു ഗ്യാങ് ആയിരിക്കും. ഒരുപാട് ആൾക്കാരിൽ ഇതുപോലെ ഇങ്ങനെ ചെയിനിങ് ആയിട്ട് വരുന്ന വലിയ ഗ്രൂപ്പാണ് ഇതാ ഗ്യാങ് എന്നാണ്. ശ്രദ്ധിക്കണം, ഏറ്റവും കൂടുതൽ ആൾക്കാർ നിർദ്ദേശിക്കപ്പെട്ട സ്റ്റാർ ആണ്, ഗ്യാങ് അല്ല, സ്റ്റാർ ആണ്. 2 വ്യക്തികൾ തമ്മിൽ നിർദ്ദേശിക്കപ്പെട്ടതാണ് ട്വിൻസ്. ക്ലിക്ക് എന്നാൽ 2 പേര് പരസ്പരം നിർദ്ദേശിക്കുന്നു. ഐസൊലേറ്റ് എന്ന് പറഞ്ഞാൽ ആരും നിർദ്ദേശിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകും, അല്ലെ? ഇവിടെ നോക്കിയാൽ ബി എന്നത് ആരും നിർദ്ദേശിച്ചില്ല, ബാക്കി നിർദ്ദേശിച്ചു. അപ്പൊ ഇതുപോലെ ചിലപ്പോൾ ഇങ്ങനെ വരും, ചിലപ്പോൾ ഒന്നിലധികം വരും. അപ്പം ആരും നിർദ്ദേശിക്കാത്തൊരു വ്യക്തിയാണ് ഇത് ഐസൊലേറ്റ്, ഏകാഗി എന്നത്, അല്ലെ? ഓർത്തിരിക്കുക, 2 പേരാകുമ്പം 2 പേര് മാത്രം നിർദ്ദേശിച്ചു. സ്റ്റാർ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിർദ്ദേശിക്കപ്പെട്ട വ്യക്തി. ഗ്യാങ് ഒരു ചെയിനിങ് ആയിട്ട് വലിയൊരു ഗ്രൂപ്പായിട്ട് പോകുന്നു. ക്ലിക്ക് ചെറിയ സമൂഹം, ചെറിയ ഗ്രൂപ്പായിട്ട് തോന്നും. അപ്പം നമ്മുടെ മനഃശാസ്ത്ര പഠന രീതികളും ഉപാധികളും കഴിഞ്ഞു. സർവേ മെത്തേഡ് രീതിയാണ്. എന്താണ്? ക്വസ്റ്റ്യനെയർ, ചോദ്യാവലി എന്താണത്? ടൂളാണ്. ഒന്നുകൂടെ നോക്കാം. മനഃശാസ്ത്ര പഠന രീതികൾ: അന്തർദർശനം, ആത്മനിഷ്ഠ രീതി, ഇൻട്രോസ്പെക്ഷൻ. വില്യം വൂണ്ടാണ് ഉപജ്ഞാതാവ്. അതിന് കൃത്യതയും ശാസ്ത്രീയമായിട്ട് പതിപ്പിച്ച ടീച്ചറാണ്. ലുക്കിംഗ് ഇൻസൈഡ്, ഇൻട്രാ ഇൻസ്പെക്ഷൻ എന്ന ഒരു വ്യക്തി സ്വന്തം മനസ്സിന്റെ ഉള്ളിലേക്ക് ചെന്ന് ആഴത്തിൽ വിശകലനം ചെയ്യുന്നു. നിരീക്ഷണം ഒബ്സർവേഷനാണ്. സെൻസ് ഓർഗൻസ് കൊണ്ടാണ്. ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, പാർട്ടിസിപ്പന്റ്, നോൺ പാർട്ടിസിപ്പന്റ്, കൺട്രോൾഡ്, നോൺ കൺട്രോൾഡ്. അഭിമുഖം സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ് ഉണ്ട്. പോരായ്മകൾ എന്തായിരിക്കാം? വിഷയത്തിൽ നിന്ന് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, സമയനഷ്ടം. ഉപാഖ്യാന രീതി, അനക്ഡോട്ടൽ മെത്തേഡ്. ഒരാൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് വിലയിരുത്തുക നടത്തുന്നതാണ് അനക്ഡോട്ടൽ മെത്തേഡ്. ഇങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ തന്നെ രേഖപ്പെടുത്തി വെക്കുന്നു. 2 കോളങ്ങളായിരിക്കും: സംഭവ വിവരണം, വ്യാഖ്യാനം. സഞ്ചിത രീതി, ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഒരു വ്യക്തിയുടെ സമഗ്രമായ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു, എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുന്നു. പരീക്ഷണം, മനുഷ്യന്റെ ഒരു വ്യവഹാരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്ത് മാറ്റം ഉണ്ടാക്കുന്നു. 2 വേരിയബിൾസ്, ഇൻഡിപെൻഡന്റും ഡിപെൻഡന്റും. ഏക വ്യക്തി ഒരു വ്യക്തിയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തുന്നു. അന്തർമുഖനായ കുട്ടി ചോദിച്ച എക്സാമ്പിളാണ്.
കേസ് തിരഞ്ഞെടുക്കുന്നു, പരികൽപ്പന, സ്ഥിതിവിവരശേഖരണം, വിശകലനം, സമന്വയിപ്പിക്കൽ. ഇതാണ് കേസ് സ്റ്റഡിക്ക് ഏക വ്യക്തി വിഭാഗം രീതി. സർവേ രീതി, ഒരു വിഭാഗം ആൾക്കാർക്കിടയിൽ ഒരു പ്രത്യേക കാര്യത്തോടുള്ള സമീപനം പറയുന്നു. ഘട്ടങ്ങൾ: സാമ്പിൾ തിരഞ്ഞെടുക്കുന്നു, വിവരശേഖരണം, വിവരവിശകലനം, നിഗമനത്തിലെത്തുന്നു. ക്ലിനിക്കൽ മെത്തേഡ് മനോരോഗ ബാധിതരായവരുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്നതാണ്. ലൈറ്റ്നർ വിമറാണ് ആവിഷ്കരിച്ചത്. പിന്നീട് ആരെ കൊണ്ടുവന്നു? ഫ്രോയിഡ്, ആഡ്ലർ, യുങ്. മനഃശാസ്ത്ര പഠന ഉപാധികൾ ടൂൾസ് ആണ്. ചെക്ക് ലിസ്റ്റ് എന്തായിരിക്കാം? വിവിധ പഠന ഉദ്ദേശവുമായിട്ട് നടത്തുന്ന കാര്യമായിരിക്കാം. അതിൻ്റെ ബാധകമായ നേരെ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. റേറ്റിംഗ് സ്കെയില് ഓരോ സവിശേഷത അനുസരിച്ചാണ്. ചെക്ക് ലിസ്റ്റുമായിട്ട് ചെറിയ സമയമുണ്ട്. അവിടെ ടിക്ക് മാർക്ക് ആണെങ്കിൽ ഇവിടെ ഗ്രേഡ് പോയിന്റ് ആണ്. ഓരോ പ്രസ്താവനയ്ക്കും ഓരോ സവിശേഷത അനുസരിച്ചും എന്തായിരിക്കാം? ഓരോ പോയിന്റ് ആണ്. 3, 5, 7 തുടങ്ങിയ പോയിന്റുകളാണ് സാധാരണ. കാരണം ഓരോ സ്റ്റേറ്റ്മെന്റ് 3, ചിലപ്പോൾ 5, 7 ടോട്ടൽ കൗണ്ട് ചെയ്യുന്നതിനും അതിന് ഓരോ രീതിയിലുണ്ട്. ചോദ്യാവലി, ഒരു വലിയ പ്രശ്നത്തിന്റെ വിശദാംശങ്ങൾ തേടാൻ കുറേയേറെ ചോദ്യം കൊടുക്കുന്നു. ക്വസ്റ്റ്യനർ എന്നാണ്. സർവേ മെത്തേഡ് ഉപയോഗിക്കുന്നു. സർവേ ഒരു രീതിയാണെങ്കിൽ ഇത് ടൂളാണ് ചോദ്യാവലി. സാമൂഹ്യ ലേഖനം, സാമൂഹ്യ ബന്ധ പരിശോധന JL മൊറൈനോ ആണ് ആവിഷ്കരിച്ചത്. കുട്ടികൾക്കിടയിലെ സാമൂഹ്യ ബന്ധം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നു. പഠനയാത്ര പോകുമ്പോൾ നിങ്ങളുടെ അടുക്കൽ ഇരിക്കേണ്ടുന്ന കുട്ടി ആരാണ്? അല്ലെങ്കിൽ നിങ്ങളുടെ പിറന്നാൾ ദിനത്തിൽ നിങ്ങൾ ആർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കും? ഇങ്ങനെയുള്ള എക്സാമ്പിൾ ചോദിച്ചാണ്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിർദ്ദേശിക്കപ്പെട്ട വ്യക്തിയാണ് സ്റ്റാർ. 2 പേര് പരസ്പരമാണെങ്കിൽ എന്തായിരിക്കാം? ദ്വന്ദ്വം, അതായത് ട്വിൻസ് ആണ്. ഗ്യാങ് വളരെ കൂടുതൽ ആൾക്കാർ നിർദ്ദേശിക്കുന്ന വലിയ ചങ്ങല, വലിയ സമൂഹമാണ്, ഗ്രൂപ്പാണ്. ക്ലിക്ക് പരസ്പരം തിരഞ്ഞെടുത്ത ചെറിയ ഗ്രൂപ്പാണ്. ഐസൊലേറ്റ് ആരും നിർദ്ദേശിക്കാത്ത ആൾക്കാരെയാണ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. നന്നായിട്ട് വായിച്ചു നോക്കുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.